ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന 10 ഈസി ഐറ്റംസ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് പില്ലോ കവറാണ്. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പില്ലോ കവർ. അപ്പോൾ ഇതുപോലുള്ള ഫ്രില്ലൊക്കെ വെച്ച് നമുക്ക് പില്ലോ കവർ മനോഹരമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഹാൻഡ് കർച്ചീഫ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കയ്യിൽ പഴയ കോട്ടൻ്റെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ 4 സൈഡും നമ്മൾ മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹാൻഡ് കർച്ചീഫ് റെഡിയാക്കി എടുക്കാം. പിന്നെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് അതിൽ ചെറിയ എംബ്രോയ്ഡറിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് വളരെ മനോഹരമാവും. നേരെ അടിക്കാൻ അറിയാവുന്ന ആർക്കും ചെയ്തെടുക്കാവുന്ന ഒന്നാണ് ഹാൻഡ് കർച്ചീഫും അതുപോലെ തന്നെ പില്ലോ കവറും. അപ്പോൾ നമ്മളുടെ കയ്യിൽ പഴയ തുണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കോട്ടൺ തുണികളാണെങ്കിൽ ഹാൻഡ് കർച്ചീഫ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗപ്രദവുമായിരിക്കും. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് അടുക്കളയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതുപോലുള്ള ഏപ്രനാണ്. നമ്മുടെ കയ്യിൽ പഴയ ഷർട്ടോ അല്ലെങ്കിൽ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ മനോഹരമാക്കാനായിട്ട് അതിൻ്റെ താഴെ ഇതുപോലെ ലേസ് കാര്യങ്ങൾ, പോക്കറ്റ് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനൊരു നല്ലൊരു ലുക്കിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള 2 പോക്കറ്റും ചെറിയ ലേസും ഒക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പഴയ തുണികളാണെങ്കിൽ പോലും അതൊരു നല്ല ലുക്കിലേക്ക് മാറിക്കിട്ടും. അപ്പോൾ മൂന്നാമത്തത് അതാണ്. അടുത്ത നാലാമത്തതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള സ്കേർട്ടാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ചെറിയ സ്കേർട്ടുണ്ടല്ലോ, നമുക്ക് എലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യാം, അതല്ല പടി വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചെറിയ പീസ് തുണി കൊണ്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ചെറിയ ചെറിയ ഷോളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എലാസ്റ്റിക്കും അതിൻ്റെ ഡീറ്റെയിൽഡും കാര്യങ്ങളും യൂട്യൂബിൽ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് യൂട്യൂബ് വീഡിയോസും ഇതിൻ്റെ ഉണ്ട്. നിങ്ങൾക്കത് കണ്ടിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് അഞ്ചാമത്തതായിട്ട് ഷോപ്പിംഗ് ബാഗ് അല്ലെങ്കിൽ ക്ലോത്ത് ബാഗാണ്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ക്ലോത്ത് ബാഗ് എന്ന് പറഞ്ഞാൽ. നമുക്ക് സ്ട്രെയിറ്റ് സ്റ്റിച്ച് അറിയാവുന്ന ആർക്കും ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. നമ്മുടെ കയ്യിൽ പഴയ തുണികളുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി പീസുകളൊക്കെ വരുന്ന തുണികളുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഇതുപോലുള്ള ഷോപ്പിംഗ് ബാഗുകൾ ചെയ്തെടുത്താൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇത്രയും തുണി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഴയ പല പീസുകൾ തുണികളുണ്ട്, ചെറിയ ചെറിയ പീസുകളൊക്കെ കാണുമല്ലോ, അങ്ങനെയുള്ള പീസുകളൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറിയ എംബ്രോയ്ഡറിയൊക്കെ കൊടുത്ത് മനോഹരമാക്കുകയാണെങ്കിൽ അത് വളരെ ഭംഗിയായിരിക്കും. നമുക്ക് തുണി വേണമെങ്കിൽ മേടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ക്ലോത്ത് ബാഗ് പല തരത്തിലുള്ള തുണികൾ യൂസ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ബാഗാണ്. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാമെന്ന് ഞാൻ പറയുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ക്ലോത്ത് ബാഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇലാസ്റ്റിക് പാൻറ്റാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ഇലാസ്റ്റിക് പാൻറ്റ്. ഇതിനധികം അളവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ പലാസോ പാൻറ്റൊക്കെ തയ്ക്കില്ലേ, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്ന ഒന്നാണ്. അധികം അളവുകളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ലൂസായിട്ട് കിടക്കുന്ന ഒരു തരം പാൻറ്റാണ് ഈ ഒരു പാൻറ്റ്. എലാസ്റ്റിക് വെച്ചിട്ടുള്ള പാൻറ്റ്. നമ്മൾ എലാസ്റ്റിക്കിൻ്റെ അളവുകൾ മാത്രം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്ത് വെച്ചാൽ മാത്രം മതി. അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒന്നാണ് ഈ എലാസ്റ്റിക് വെച്ചുള്ള പാൻറ്റ്. എലാസ്റ്റിക് വെച്ച് ഉള്ള പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പോക്കറ്റുള്ള പാൻറ്റുകളൊക്കെ സൈഡിലേക്ക് 2 സൈഡിലും പോക്കറ്റൊക്കെ ആയിട്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വലിയ വലിയ സംഗതികൾ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലുള്ള ചെറിയ ചെറിയ സംഗതികളൊക്കെ ചെയ്ത് പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കധികം ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ തയ്ച്ച് ഏകദേശം കഴിയുമ്പോൾ നമുക്ക് കുർത്തി ചെയ്തെടുക്കാം. ചെറിയ ഷോർട്ട് കുർത്തികൾ, ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന പെപ്ലം ടോപ്പുകൾ, അങ്ങനെയുള്ള ടോപ്പുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ സ്റ്റിച്ച് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരണം, അത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ നൂലൊന്നും പൊട്ടിപ്പോവാതെ, മെഷീൻ ബാക്കിലേക്ക് പോവാതെ നമ്മുടെ സ്റ്റിച്ചസ് എല്ലാം നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വരുന്നത് വരെ ഇതുപോലുള്ള ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു
തയ്യൽക്കാരി ആകാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതൊക്കെ വളരെ സിമ്പിളാണ്. നമുക്കൊരു 1.5 മീറ്റർ തുണി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കുർത്തീസാണിത്. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ലേസൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു റെഡിമെയ്ഡ് ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. 1.5 മീറ്റർ അല്ലെങ്കിൽ ഒരു മാക്സിമം പോയാൽ ഒരു 2 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എക്സൽ സൈസുകാർക്ക് വരെ ഇത് ഈ ഒരളവിൽ ചെയ്യാനായിട്ട് 1.5-2 മീറ്റർ തുണി മതി കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ നോക്കുന്നത് കുട്ടികളുടെ ഉടുപ്പാണ്. ഇതിപ്പോൾ നമുക്ക് ചെറിയ പഫ് സ്ലീവ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലൈനായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ കുട്ടികളുടെ പെറ്റിക്കോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. പിന്നെ വള്ളി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പില്ലേ, 0 to 1 ഇയർ വരെയുള്ള കുട്ടികളുടെ ഉടുപ്പുകൾ, അതൊക്കെ ചെയ്തെടുക്കുന്നതിന് അധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇതൊക്കെ പഠിച്ച് നിങ്ങളൊരു ഒരു വലിയ ലെവലിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുവരെ നിങ്ങൾ ക്ഷമ കാണിച്ചേ പറ്റൂ. അല്ലാതെ നമ്മൾ ഓടിപ്പോയിട്ട് ബ്ലൗസ് തയ്ക്കണം അല്ലെങ്കിൽ ചുരിദാർ തയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെർഫെക്ഷൻ അതിൽ വരില്ല. നമ്മൾ നന്നായിട്ട് ഇതുപോലെ അതിൻ്റെ അടിത്തറ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പോൾ ഇതുപോലുള്ള ഉടുപ്പൊക്കെ തയ്ക്കാൻ അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങളുടെ കയ്യിൽ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ധാരാളം ബാക്കി തുണികളെല്ലാം കാണും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പല തുണികളൊക്കെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ വളരെ മനോഹരമായിട്ടുള്ള ഉടുപ്പുകൾ നമ്മുടെ കുട്ടികൾക്ക് തന്നെ ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ന്യൂ ബോൺ ബേബീസിൻ്റെയൊക്കെ ഉടുപ്പ് തയ്ക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നൈറ്റിയാണ്. അതുപോലെ പാൻറ്റ് തയ്ക്കുന്നത് പോലെ തന്നെ എളുപ്പമാണ് നൈറ്റി തയ്ക്കാനും. ലൈൻ നൈറ്റി ആണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ ഫ്രില്ലുള്ള ടൈപ്പ് നൈറ്റിയുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഇതുപോലെ യോക്ക് വന്നിട്ടുള്ള നൈറ്റിയുണ്ട്. അപ്പോൾ എല്ലാം നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് ഈസിയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടാണോ സ്റ്റിച്ച് ചെയ്യുന്നത്, നിങ്ങളുടെ സ്റ്റിച്ചസ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് വരെ നിങ്ങളിതുപോലുള്ള കാര്യങ്ങൾ 1, 2, 3 എണ്ണമൊക്കെ ചെയ്ത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നല്ല നല്ല വലിയ വലിയ വർക്കുകൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള നൈറ്റികളാണ്. ഇതിലധികം കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. സിമ്പിളായിട്ടുള്ള ചുരിദാർ കട്ടിങ് നൈറ്റികളാണ്. അത് വളരെ എളുപ്പമാണ് ചുരിദാർ കട്ടിങ് നൈറ്റിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം പഠിച്ചൊക്കെ കഴിയുമ്പോൾ ഇതുപോലുള്ള പാൻറ്റുകളും ചുരി പാൻറ്റുകൾ ഒക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് അന്നേരത്തേക്കും ആ ഒരു സമയമാകുമ്പോഴേക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന ഒരു 10 കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.